എടുക്കാൻ ചെന്ന കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരമാവധി സ്റ്റോറി നമ്മൾ ചെയ്യുകയും നമുക്കൊരു ബൂസ്റ്റിംഗ് കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യണം. ഒരു പാവപ്പെട്ട വനവാസിയെ തല്ലിക്കൊന്നത് നിങ്ങളാരും അറിഞ്ഞില്ലയോ? കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണ മരണം നടന്നത് ഇവിടെയാണ്. ഈ മലനിരകളിലൂടെയാണ് ദിനവും അവൻ സഞ്ചരിച്ചത്. ഈ കാടായിരുന്നു അവൻ്റെ വീട്. എന്നിട്ടും അവൻ ഇവിടെ വെച്ച് അതിദാരുണമായി കൊലപ്പെട്ടു. സേതു എവിടെ നിന്നോ വന്ന, എവിടേക്കോ മാഞ്ഞ കേരള മനസാക്ഷിയുടെ തീരാത്ത നൊമ്പരം. അവന് പരാതികൾ ഉണ്ടായിരുന്നില്ല, പരിഭവങ്ങളും. അവന് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല, മിത്രങ്ങളും. അവൻ്റെ ജീവിതം സന്തോഷത്തിലായിരുന്നു. മൃഗങ്ങൾക്ക് തുല്യമായ ആ മനുഷ്യമൃഗങ്ങൾ അവിടേക്ക് വരും വരെ. ലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട 4 യുവാക്കളുടെ ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിനിടയിൽ വന്നുപെട്ടുവെന്ന പാപത്തിന് സേതുവിന് വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു. യുവാക്കളിൽ ഒരാൾ അനവസരത്തിലെടുത്ത ചില സെൽഫികളാണ് ഈ ദാരുണാന്ത്യത്തിന്റെ കഥ പുറലോകത്തെ അറിയിച്ചത്. പ്രതികളിപ്പോൾ ഒളിവിലാണ്. വിശദമായ റിപ്പോർട്ട് വൈകിട്ട് 9:30. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തെ പറ്റിയാണ് ടുഡേ ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മനോനില തെറ്റിയ യുവാവിനെ ഒരു സംഘം ചെറുപ്പക്കാർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടിക്കൊല്ലുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ വനത്തിൽ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ ജീവിച്ചവനാണ്. പക്ഷെങ്കിൽ അവിടെ ഒരു കാട്ടുമൃഗവും ആ യുവാവിനെ ഒന്നും ചെയ്തില്ല. കേരളത്തെ ഞെട്ടിച്ച സേതുവിന്റെ കൊലപാതകം, പ്രതികൾ ഒളിവിൽ. സേതുവിന്റെ കൊലപാതകം പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയ കൂട്ടായ്മ. സങ്കുചിത രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി ഈ വിഷയത്തെ കാണുകയും വിലയിരുത്തുകയും പ്രതികരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. വളരെ അഭിമാനപൂർവ്വമാണ് കേരളീയർ കഴിഞ്ഞ ദിവസം വരെ തലയുയർത്തിപ്പിടിച്ച് ഈ നവോത്ഥാന മൂല്യങ്ങളുടെ പ്രചാരകരായി നിലകൊണ്ടിട്ടുള്ളത്. വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലാണ് എന്ന് ഊറ്റം കൊണ്ട നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജ്യത്തെ കോടികൾ ബാങ്കുകളിൽ നിന്നും ഇതര വ്യക്തികളിൽ നിന്നും മോഷ്ടിക്കുന്ന ആളുകൾ സ്വതന്ത്രമായി വിദേശത്തും സ്വദേശത്തും വിഹരിക്കുമ്പോൾ അയൽവാസിയുടെ കണ്ണുനീരും നൊമ്പരങ്ങളും കാണാനാവാത്ത വിധത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ മതിൽ ഉയർത്തിക്കെട്ടുന്ന സവിശേഷമായ ഒരു കാലഘട്ടം കൂടിയാണിത്. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച സേതുവിന്റെ കൊലപാതകം വഴിത്തിരിവിലേക്ക്. വെളിപ്പെടുത്തലുമായി പ്രതികളുടെ ഫേസ്ബുക്ക് ലൈവ്. ഞാൻ ബ്രിസ്റ്റോ, ഞാൻ അലൻ, ഞാൻ ഷാഫി, ഞാൻ മനു. നിങ്ങൾ കൈ കെട്ടിയ തല്ലിക്കൊല്ലാൻ നോക്കുന്ന 4 ചെറുപ്പക്കാരാണ് നിങ്ങൾ. ഇരുകാലി മൃഗങ്ങളെന്ന് നിങ്ങൾ എഴുതിയ 4 ചെറുപ്പക്കാർ. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ആഗ്രഹിച്ചാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒരു പാവത്തിനാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കണം തെറ്റ്. ഞങ്ങളുടെ ആഹാരത്തിൽ തുപ്പി മണ്ണ് വാരിയിട്ട് ഞങ്ങളുടെ ക്യാമറ നശിപ്പിച്ചു. അരിയാഹാരം കഴിക്കുന്ന ഏതവനാണല്ലോ അവനായിട്ടൊന്ന് പൊട്ടിക്കത്തില്ല. വേട്ടക്കാര് ഇരയെ ഓടിക്കുന്ന പോലെ ഞങ്ങളെ ഓടിച്ചില്ലേ? ഞങ്ങൾക്ക് ഇനി ആത്മഹത്യയിൽ എന്തെങ്കിലും വഴിയുണ്ടോണോ? നിങ്ങൾക്ക് സന്തോഷമാട്ടെ, ഇഷ്ടം പോലെ സന്തോഷിക്കും. പക്ഷെ ഒരു കാര്യം നീക്കി ഓർത്തു, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി കഴിവറ ഞങ്ങളെ ഒന്നും കിട്ടില്ല. സേതുവിന്റെ കൊലപാതകത്തെ പറ്റിയാണ് ഈ കേരളക്കരെ ആകെ ചർച്ച ചെയ്യുന്നത്. യുവാക്കൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും നമുക്കറിയില്ല. എനിവേ നമുക്കൊരു കാലം കിട്ടും.
യുവാക്കൾ ആസൂത്രണമായി ചമച്ചുകൂട്ടിയതാണ് ഈ ഫേസ്ബുക്ക് ലൈവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതികളെന്ന് ആരോപിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. അവർക്ക് മനുഷ്യാവകാശങ്ങൾ ബാധകമാണ്. മനുഷ്യനെ മനുഷ്യൻ കൊല്ലുന്നത് എന്തിൻ്റെ പേരിലായാലും നിയമത്തിന് മുമ്പിൽ അനുവദിക്കപ്പെടാവുന്നതല്ല. ഈ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തതെല്ലാം ചെറുപ്പക്കാരായ ഒരു കൂട്ടം യുവാക്കളാണ്. യുവാക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് വലിയൊരു ക്രൂരതയാണ്. പ്രതികൾ ആരായാലും അവശിഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. സേതുവിൻ്റെ മരണം നമുക്കൊരു പാഠമാണ്. ഇനി നമുക്കിടയിൽ വിശക്കുന്ന വയറുകൾ ഉണ്ടാവരുത്. അഥവാ ഉണ്ടായാൽ തന്നെ നമ്മളത് അറിയേണ്ടിയിരിക്കുന്നു. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ ആദിവാസി യുവതി ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ വനത്തിനുള്ളിൽ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. ആദിവാസി സംരക്ഷണം ഫയലിൽ ഉറങ്ങുന്നുവോ? ടുഡേ ടൈം ചർച്ച ചെയ്യുന്നു. അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീക്കുണ്ടായത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഇത്തരം സംഭവം കേരളത്തിൽ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ സംഭവം നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളമൊട്ടാകെ നാളെ പ്രതിഷേധ പ്രകടനം നടത്താൻ ഞങ്ങളുടെ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിനാകെ നാണക്കേട് സംഭവിച്ച ഒരു സംഭവമായിരുന്നത്. അതിന് പൊതുസമൂഹം ഒന്നടങ്കം പ്രതികരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ സംഘടന ഇതിനെ അതിശക്തമായ രീതിയിൽ എതിർക്കുകയാണ്. നമ്മുടെ മനുഷ്യത്വങ്ങൾ എവിടെയാണ് മരവിച്ചു പോയിരിക്കുന്നത്? തൃപ്തികരമല്ലെന്ന ഒരു അഭിപ്രായത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു. നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ മഴയും മറ്റു കെടുതികളുമാണല്ലോ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്റ്റോറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അതുകൊണ്ട് മറ്റേ പഴയ ഏതു ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റോറീസ് കംപ്ലീറ്റ് തൽക്കാലം നിർത്തിവെക്കുന്നതായിരിക്കും.